എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ സംഭവങ്ങളൊന്നുമല്ല. ഞാൻ കുറച്ച് കാര്യം നിങ്ങളുടെയായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. മറ്റൊന്നുമല്ല, കുറച്ച് കുറേ ദിവസമായിട്ട് ശരിക്കും വീഡിയോ ഒന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലപ്പോഴും ഇങ്ങനെ വീഡിയോ വന്ന് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ വീഡിയോ ശരിക്കും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ യൂട്യൂബിൻ്റെ പോളിസിയിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, അത് പ്രധാനമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ശരിക്കും ചെയ്യാൻ പറ്റാഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിലെ കാര്യം അങ്ങനെ നടക്കുന്നതുകൊണ്ട് ശരിക്കും എനിക്ക് അതിനൊന്നുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ശരിക്കും എൻ്റെ ചാനലിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും ഈ ഒരു ഉത്തര ഉണ്ണി എന്ന് പറയുന്ന ഈ ഒരു ചാനല് അത് സ്റ്റാർട്ട് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ മോണിറ്ററേഷൻ ആയതാണ് എൻ്റെ ഈ ഒരു ചാനൽ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ആണോ, അയ്യോ ഞാൻ വെറുതെ പറയുകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഉള്ള കാര്യമാണ് പറയുന്നത്, റിയൽ ആയിട്ടുള്ള കാര്യമാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ മോണിറ്ററേഷനായി. പിന്നെ അവിടെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഞാനത് ഈ യൂട്യൂബ് ചാനലുള്ള ആളുകൾക്കൊക്കെ അറിയാം, മോണിറ്ററേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കടമ്പകൾ കടക്കണം. നമുക്ക് പൈസ വരുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് റീയൂസ്ഡ് കണ്ടന്റ് ആണ്. ആ ഒരു റീയൂസ്ഡ് കണ്ടന്റ് വരാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഈ ചാനലിനകത്ത് സീരിയലിൻ്റെ റിവ്യൂസ് ഒക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ എന്ത് ചെയ്തെന്നോ, അതിൽ കിടന്ന വീഡിയോകളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പിന്നെ ഒന്നേന്ന് പറഞ്ഞിട്ടു. ഇപ്പോഴും എൻ്റെ ചാനലിലെ ഏറ്റവും ലാസ്റ്റ് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചില സീരിയലിൻ്റെയൊക്കെ എന്താണ് ഇത് ഷോർട്സ് ഇട്ടിട്ടുള്ളത്. സീരിയലിൻ്റെ എന്ന് വെച്ചാൽ വേറെ നല്ല ഷോർട്സ്, ഫോട്ടോ വെച്ച് എഡിറ്റ് ചെയ്ത് പാട്ട് കയറ്റി അങ്ങനെ കാണാൻ പറ്റും. അപ്പം അങ്ങനെയായിരുന്നു കാര്യം. പക്ഷേ ഞാൻ അവിടെയും തോറ്റു കൊടുക്കാൻ തയ്യാറായില്ല. ഞാൻ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്ന് വെച്ചാൽ ഞാൻ അതിൽ വന്ന വ്യൂസ് മൊത്തം പോയി. ഞാൻ എല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഒന്നേന്ന് റെഡിയാക്കി എടുത്തേണ് വീണ്ടും ഞാൻ ഈ ചാനൽ ഒരു 3 മാസത്തിനകം വെച്ച് വീണ്ടും ചാനൽ ഓക്കെ ആയി, ഒക്കെ സെറ്റായി. പക്ഷേ ഇതിനൊക്കെ മുമ്പേ ഞാനൊരു 8 വർഷത്തിൽ കൂടുതലായി ഞാൻ സോഷ്യൽ മീഡിയയിലുണ്ട്. എന്നെ അങ്ങനെ അധികം ആർക്കും അറിയില്ലായിരുന്നു എന്നേ ഉള്ളൂ. കാരണം ഞാൻ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഉത്തര ഉണ്ണിയിൽ വന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഫേസ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. നേരത്തെ റിവ്യൂസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, സീരിയലിൻ്റെ, സിനിമയുടെ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള ചാനലുണ്ട്, പക്ഷെ ഫേസ് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ ശരിക്കും ഉത്തര ഉണ്ണിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുതിച്ചൊരു കയറ്റമായിരുന്നു ഉണ്ടായിരുന്നത്. 50,000 സബ്സ്ക്രൈബേഴ്സ് വരെ ഭയങ്കര പെട്ടെന്നാണ് കിട്ടിയത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാം. അപ്പി ബൈജു ഇല്ലേ, നമ്മുടെ തീട്ടം ബൈജു. അപ്പോൾ തീട്ടം ബൈജു ആയിട്ടുണ്ടായിരുന്ന ഫൈറ്റ് സംഭവങ്ങളൊക്കെ അതിൻ്റെ ഇടയിലുണ്ടായിരുന്നു. അന്നൊക്കെ ശരിക്കും എൻ്റെ വിഷമങ്ങളെ എടുത്തിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് സംസാരിച്ചിട്ടുണ്ട്. അപ്പി ബൈജു നമ്മളെക്കുറിച്ച്, എന്നെക്കുറിച്ച്, സ്മൃതിയെക്കുറിച്ചിട്ടൊക്കെ സംസാരിച്ച വിഷയത്തെയൊക്കെ പറ്റിയിട്ട്. ഒടുവിൽ അപ്പി ബൈജുവിന് അടിച്ച് അണ്ണാക്കിൽ കൊടുത്തു. പിന്നെ അവൻ്റെ വാ പൂട്ടി, അവൻ പിന്നെ തുറന്നിട്ടില്ല, അമ്മാതിരി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്ന സലീം എന്ന് പറയുന്ന ചിത്രകാരി, അവൾ കാണിക്കുന്ന പോക്കൃത്തരങ്ങളും പേക്കൂത്തുകളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എന്ത് ചെയ്തു, സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരു അജ്ഞാത കാമുകനെ സൃഷ്ടിച്ച് എനിക്കിങ്ങ് തന്നു. അവൾ സ്ഥിരം ചെയ്യുന്ന പരിപാടി അതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വായടപ്പിക്കാൻ കള്ളക്കേസ് കൊടുക്കും. അതും എൻ്റെ പേരിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആ ഒരു തീട്ടക്കേസ് അങ്ങ് വിട്ടു, പോട്ടെ പുല്ല് എന്ന് കരുതി. അങ്ങനെ എൻ്റെ ചാനൽ നല്ല രീതിയിൽ വന്നുകൊണ്ടിരുന്നതാണ്. എനിക്ക് നല്ല രീതിയിൽ യൂട്യൂബ് വരുമാനം സംഭവങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ശരിക്കും എല്ലാ ദിവസവും വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വീഡിയോയുടെ സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റാഞ്ഞ ആ ഒരു സാഹചര്യം വന്നപ്പോൾ റീച്ച് കുത്തനെ താഴേക്ക് പോയി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് ശരിക്കും മാസ വരുമാനം മുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയി. ശരിക്കും ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളാരും എനിക്ക് മാസ വരുമാനം ഇട്ട് തരാൻ പറയാനല്ല. എല്ലാവരും ഇപ്പോൾ എൻ്റെ വീഡിയോ ചിലരൊക്കെ പറയുന്നുണ്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഉപകാരം ചെയ്യുക. നിങ്ങൾ എൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ആണെങ്കിലും മതി, അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക.
ആ വീഡിയോ കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് നിങ്ങൾ അൺസബ് ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് പിൻവലിക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ഷോർട്സ് വീഡിയോ ആകുമ്പോൾ പെട്ടെന്ന് കഴിയുമല്ലോ, ഒരു ഷോർട്സ് വീഡിയോ കാണുക. അതിനുശേഷം ആ ഷോർട്സ് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, എന്നിട്ട് നിങ്ങളൊരു കമൻ്റ് ഇടുക. അതിനുശേഷം നിങ്ങൾ വീണ്ടും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഓളും കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ അതാണ് എനിക്ക് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് കൂടാതെ തന്നെ എനിക്ക് വേറെ ചാനലുണ്ട്. അപ്പോൾ ഉത്തര ലിറ്റിൽ വേൾഡ് എന്ന് പറയുന്ന ചാനലുണ്ട്. എൻ്റെ കുക്കിങ്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ കൃഷി, എൻ്റെ പൂന്തോട്ടം, എൻ്റെ പൂച്ചകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിലൂടെ ഉള്ളത്. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അതൊന്നും മോണിറ്ററേഷൻ ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുപോലെ ഉത്തര പ്രൊമോ ജംഗ്ഷൻ എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഞാനതിൻ്റെ പേരൊക്കെ ഒന്ന് മാറ്റാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ചാനൽ മോണിറ്ററേഷൻ ആയതാണ്, പക്ഷേ അതിൽ വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് അതിലങ്ങനെ ഡോളറൊന്നും ഒട്ടും കയറാറില്ല. ഒരു തവണ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എപ്പോഴും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ തമ്പിച്ചൻസ് വേൾഡ് എന്ന് പറയുന്നൊരു ചാനലുണ്ട്. ഉത്തര സ്പൈസി റിയാക്ഷൻ എന്ന് പറയുന്ന ചാനലുണ്ട്. കൊടുങ്ങല്ലൂർ മഹാകാളി എന്ന് പറയുന്നൊരു ചാനലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ പൂച്ചക്കുട്ടികൾ, മോമോ വാവ, അങ്ങനെ ഒരു ചാനലുണ്ട്. അപ്പോൾ ഇത്രയും ചാനൽ കൈവശമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഇത്രയും ചാനലുണ്ട്, അപ്പോൾ ഒത്തിരി വരുമാനം ഉണ്ടെന്ന്. വരുമാനമൊന്നുമില്ല. ഇത്രയും ചാനൽ വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ്. ഒരെണ്ണം അടിച്ച് പോയി കഴിഞ്ഞാലും മറ്റൊരെണ്ണം അവിടെ സേഫ് ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു, ഇരിക്കട്ടെ, എല്ലാം പറ്റുന്ന കണക്കൊക്കെ എല്ലാത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇടാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും എനിക്ക് ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല. പക്ഷേ ഇനി ഞാനത് കൂടുതലായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. അപ്പോൾ ലൈവൊന്നും ഞാൻ നിർത്തിയിട്ട് കുറേ നാളുകളായി, ലൈവിലൊന്നും വരാനായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി കുറേശ്ശെയായിട്ട് എല്ലാം ഓക്കെ ആക്കി എടുക്കാനാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളും അല്ലാതെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും പറയാനായിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോകൾ കാണുന്ന എല്ലാ ആളുകളും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ദയവ് ചെയ്ത് കമൻ്റ് ഇടണം. എല്ലാവരുടെ കമൻറ്റും ഞാൻ നോക്കി മറുപടി അയക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിങ്ങൾക്കിനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലായിടവും മഴയാണ്, മഴയും വെള്ളക്കെട്ടുകൾ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പനിയൊക്കെ വീണ്ടും ചിക്കൻ ഗുനിയ അത് നമുക്ക് ഡെങ്കു ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എല്ലാവരും സേഫായിരിക്കുക, എല്ലാവരും നിറയെ വെള്ളം കുടിക്കുക, മഴ നനയാതിരിക്കാൻ ശ്രദ്ധിക്കുക, കൊതുക് കടി കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോക്കി ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനില്ല. കപ്പത്തണ്ടൊക്കെ ഒന്ന് സൂക്ഷിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിലൊക്കെ വെള്ളം കയറി ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. വാഴയുടെ കയ്യിലെ ഇങ്ങനെ ഇരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത്, വെള്ളമൊക്കെ ഇരിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് തട്ടിക്കളയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വീട്ടിൽ താമരയൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം കുറച്ച് ഒരു 2 ദിവസത്തിലൊരിക്കൽ വെള്ളം കോരി മാറ്റുക എന്നുള്ളതാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ ഇനി നമുക്ക് വീഡിയോകൾ വഴി കാണാം. അപ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്, തുടർന്നും ഉണ്ടാവണം. അപ്പോൾ സ്നേഹത്തോടെ ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങളുടെ സ്വന്തം സഹോദരി ഉത്തര ഉണ്ണി.